ആഗോള യുദ്ധക്കുതിയന്മാർ സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫുറി 21 ദിവസം പിന്നിട്ടിട്ടും ഇറാൻ ഇതുവരെയായിട്ടും തകർന്നു പോകാത്തതിനുള്ള കാരണമറിയുമോ നിങ്ങൾക്ക്? അതന്വേഷിച്ചു പോകുന്നവർ തീർച്ചയായും ചെന്നെത്തുക മൊസൈക് ഡിഫൻസ് എന്ന തലയറുത്താലും മരിക്കാത്ത ഇറാനിയൻ യുദ്ധതന്ത്രത്തിന് മുന്നിലായിരിക്കുമെന്ന് ഉറപ്പാണ്. സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന്റെ തലപ്പത്തുള്ളവർ കൊല്ലപ്പെട്ടാൽ ആ രാജ്യത്തിന്റെ പ്രതിരോധം തകർന്നടിയാറാണ് കേട്ടോ പതിവ്. അവിടെയാണ് ഇറാൻ ഇപ്പോൾ വ്യത്യസ്തമായിരിക്കുന്നത്. പരിശോധിക്കാം മൊസൈക് ഡിഫൻസ് എന്ന ഇറാന്റെ തലയെറുത്താലും മരിക്കാത്ത സൈനിക പ്രതിരോധ തന്ത്രത്തെക്കുറിച്ച്. ഇറാന്റെ ഈ അജയ്യമായ പ്രതിരോധ തന്ത്രത്തിന്റെ ശില്പി മേജർ ജനറൽ മുഹമ്മദ് അലി ജൗഫരിയാണ്. 2007 മുതൽ 2019 വരെ IRGC കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു കേട്ടോ അദ്ദേഹം. 1979-89 കാലഘട്ടത്തിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിലൂടെ കരുത്തനായ ജൗഫരി പിൻകാലത്ത് IRGCയുടെ തന്ത്രപ്രധാന വിഭാഗങ്ങളുടെ തലപ്പത്തെത്തുകയായിരുന്നു. 2005 IRGC സ്ട്രാറ്റജിക് സ്റ്റഡി സെന്റർ ഡയറക്ടറായിരിക്കുകയാണ് അദ്ദേഹം മൊസൈക് ഡിഫൻസ് എന്ന തലയെറുത്താലും മരിക്കാത്ത സൈനിക സിദ്ധാന്തത്തിന് രൂപം നൽകിയത്. മൊസൈക് ഡിഫൻസിനെ കുറിച്ച് വളരെ ലളിതമായി പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. സൈനിക അധികാരങ്ങൾ രാജ്യമെമ്പാടും വികേന്ദ്രീകരിക്കുന്ന രീതിയാണത്. ഒറ്റയടിക്ക് ഉന്നത നേതൃത്വങ്ങളെ ഇല്ലാതാക്കി രാജ്യത്തെ മുഴുവൻ സൈനിക സംവിധാനങ്ങളെ നിർജീവമാക്കുന്ന ശത്രുതന്ത്രത്തെ മറികടക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ തന്ത്രത്തിന് കീഴിൽ IRGC 31 പ്രവിശ്യ കമാൻഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവയോരോന്നും സ്വന്തമായ ആയുധങ്ങളും ഇന്റലിജൻസും കമാൻഡ് സിസ്റ്റവുമുള്ള സ്വതന്ത്ര യൂണിറ്റുകളായിട്ടാണ് കേട്ടോ പ്രവർത്തിക്കുന്നത്. അതായത് ടെഹ്റാനുമായുള്ള ആശയവിനിമയം വിച്ഛേദിക്കപ്പെട്ടാൽ പോലും ഓരോ പ്രവിശ്യയിലെയും കമാൻഡർമാർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനും പോരാട്ടം തുടരുവാനും സാധിക്കുമെന്നർത്ഥം. തല നഷ്ടപ്പെട്ടാലും ശരീരത്തിലെ ഓരോ കോശവും തലയായി മാറി സ്വതന്ത്രമായി ചിന്തിച്ചു പ്രവർത്തിക്കുന്ന ഒരു വ്യത്യസ്ത തരം വിചിത്രമായ അവസ്ഥ. എന്തുകൊണ്ടാണ് ഇറാൻ ഇത്തരമൊരു മാറ്റത്തിന് മുതിർന്നത് എന്നതല്ലേ ഇതിന് പിന്നിൽ? 2001 അഫ്ഗാൻ അധിനിവേശവും 2003 ഇറാഖ് യുദ്ധം നൽകിയ പാഠങ്ങളാണ് ഇറാന് പിന്നിലുള്ളത്. ഇറാഖിൽ സദ്ദാം ഹുസൈന്റെ ഭരണം വളരെ വേഗത്തിൽ തകർന്നു വീണത് ഇറാന്റെ സൈനിക മേധാവികളെ ഇരുത്തി തന്നെ ചിന്തിപ്പിച്ചു. കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനത്തിന് കീഴിലുള്ള സൈനിക നേതൃത്വം തകർന്നാൽ രാജ്യം മുഴുവനും കീഴടങ്ങേണ്ടി വരുമെന്ന പാഠം അവർ അതിൽ നിന്നും ഉൾക്കൊണ്ടു. ഏതു സമയം ഒരു അധിനിവേശം പ്രതീക്ഷിക്കുന്ന ഇറാനെ സംബന്ധിച്ച് ഇത് വളരെ അനിവാര്യമായ ഒരു തന്ത്രം കൂടിയാണ്. ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനിയും അലി ലാരിജാനിയും ഉൾപ്പെടെയുള്ള വൻ തലകൾ ഉരുണ്ടിട്ടും ഇറാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഈ മൊസൈക് തന്ത്രത്തിന്റെ മാത്രം പിൻബലത്തിലാണ്. യുദ്ധം നീട്ടിക്കൊണ്ടുപോയി ശത്രുവിനെ തളർത്തുക എന്നതാണ് കേട്ടോ ഇറാന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. തലസ്ഥാന നഗരിയിൽ എന്തു സംഭവിച്ചാലും തങ്ങളുടെ യുദ്ധം ചെയ്യാനുള്ള ശേഷിയെ അത് ബാധിക്കില്ലെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരഗാച്ചി വ്യക്തമാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്.